മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മാസപ്പടി കേസ്, ആ മാസപ്പടി കേസിൽ അതിനെ തടസ്സപ്പെടുത്താൻ, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ മുഖ്യമന്ത്രി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകള് അവരുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്ക് അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്ന് പാർട്ടി പറയുമ്പോൾ മുഖ്യമന്ത്രിയും മകളും പറയുന്നത് അന്വേഷണം വേണ്ട, അത് തടയണമെന്നാണ്. മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണത്തെ ഭയപ്പെടുന്നത്? അന്വേഷണത്തെ എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത്? അമ്മയുടെ പെൻഷൻ കൊണ്ടാണ് മകള് ബിസിനസ് തുടങ്ങിയത് എന്ന് നിയമസഭയിൽ പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. SLC ലാവ്ലിൻ കേസ് ട്രയൽ ഇല്ലാതെ തള്ളിക്കളഞ്ഞത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന വയലാർ രവിയുടെ മകളുടെ ഭർത്താവ്, മുഖ്യമന്ത്രിയുടെ സ്വന്തം ഉണ്ട കൊണ്ടുപോയ ആളില്ലേ, പുരുഷോത്തമൻ, ഓർമ്മയില്ലേ? ചെന്നൈ 2 ഉണ്ടയിട്ട് പോയി, തോക്കില്ലാതെ ഉണ്ടയിട്ട് പോയി. ആ പുരുഷോത്തമനും അദ്ദേഹത്തിന്റെ പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇടപെട്ടാണ് ആ കേസ് ഒതുക്കിയത്. ആ കേസ് ഒതുക്കിയതിനുള്ള പ്രതിഫലം ഇപ്പോഴും നിങ്ങൾക്ക് ദുബായിൽ പോയി അന്വേഷിച്ചാൽ കോടതി ഒതുക്കിയതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. വെറുതെ കോടതി പറഞ്ഞതല്ലല്ലോ. CBIക്ക് വേണ്ടി വാദിച്ചവർ പഴംപൊഴി തിന്നാനിരുന്നായിരുന്നല്ലോ. ആ കേസ് വീണ്ടും ട്രയൽ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീൽ നേടി ഞങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. എന്നിട്ട് സതീശൻ പറയുകയാണ് ലാവ്ലിൻ കേസ് ഒത്തുതീർക്കുന്നു. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ടുള്ള മാസപ്പടി കേസ് നിയമസഭയിൽ ചർച്ച ചെയ്യാതിരിക്കാൻ നാണം കെട്ട പണിയെടുത്താണ് VD സതീശൻ. നിങ്ങൾ എന്താ അത് ചോദിക്കാത്തത്? ഇത്രയും ലജ്ജാകരമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന മറ്റൊരു പ്രതിപക്ഷ നേതാവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ രമേശ് ചെന്നിത്തല ഈ കേസിൽ കുറ്റാരോപിതനായിട്ടുള്ളതാണ്. അദ്ദേഹം പോലും പിണറായി വിജയന്റെ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തിരുന്നു. പക്ഷെ ഈ VD സതീശനെ പോലെ ഇതുപോലെ ഇത്രയും നിർലജ്ജം മുഖ്യമന്ത്രിയുടെ പാദസേവ ചെയ്യുന്ന വേറൊരു പ്രതിപക്ഷ നേതാവില്ല. അദ്ദേഹം നിയമസഭയിൽ ഇത് ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തി, അങ്ങേറ്റം പരിശ്രമം. എന്നിട്ട് അയാൾ പറയുന്ന വർത്തമാനം കേട്ടിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണോ? അയാൾ ഏജന്റാണ് പിണറായി വിജയൻ. അയാൾ പിണറായി വിജയന് വേണ്ടിയാണ് ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്കമാലി 4 കാലടി എന്ന് പറയുന്നത് പോലെയാണ് റെയിൽവേ സ്റ്റേഷൻ. VD സതീശൻ ഫോർ പിണറായി വിജയനാണ്. VD സതീശൻ ഫോർ പിണറായി വിജയൻ. നമ്മൾ കാലടി പോയ അങ്കമാലി പോയ കാണില്ല, അതുപോലെയാണ്. അങ്കമാലി 4 കാലടി. VD സതീശൻ ഫോർ പിണറായി വിജയൻ. നിയമസഭയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവുള്ള ധർമ്മം മറന്നു. നിയമസഭയിൽ ചർച്ചയാവാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഇപ്പൊ ഈ കർണാടകയിൽ കൊണ്ടുപോയി ഈ സൂട്ട് ഫയൽ ചെയ്തതിന്റെ പിന്നിലും സതീശന്റെ കാഞ്ഞ ബുദ്ധിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല.